നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 836 836 ഭഗവത് സ്വരൂപ വർണ്ണനം. ഭഗവാന്റെ സ്വരൂപം എന്താണ് അതിനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ അത് 89-ാം സർഗ്ഗമാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിലെ 88-ാം സർഗം ശിവവരദാനം ഭാഗം 2. അതിലെ അവസാനത്തെ ശ്ലോകം എന്തായിരുന്നു? 11-ാമത്തെ 21-ാമത്തെ ശ്ലോകമായിരുന്നു. മൃഗണ്ടുപുത്രൻ്റെ മുകുന്ദഭക്തി പ്രഭാവം തെങ്ങിടും ഈ ചരിത്രം നുകർന്നിടും മർത്യന് അകം തെളിഞ്ഞ് വിശുദ്ധനായി തന്നെ ഉടൻ വിളങ്ങും. ഒരു ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. ആരാണ് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന മുകുന്ദനിൽ രതി ഉണ്ടാവുന്നത്, അവരൊക്കെ രക്ഷപ്പെടും. ഇനി ഭഗവത് സ്വരൂപ വർണ്ണനം 89-ാം സർഗം ഭഗവാന്റെ ഉപാസനാകാണ്ഡത്തിൽ നോക്കുക. ചൊല്ലേണം ഒന്നിന് മഹാപുരുഷാരാധനക്രമം. ഇനി എന്താണ് പറയേണ്ടത് എന്ന് ശൗനകാദികൾ സൂതനോട് ചോദിക്കുകയാണ്. ചൊല്ലേണം ഒന്നിനി മഹാപുരുഷ ആരാധനക്രമം ഭക്താഗ്രഗണ്യനാം അങ്ങേക്കറിഞ്ഞിടും അതിൻ പൊരുൾ. അപ്പോൾ ഒരു സംശയ നിവാരണം അവരവരെ പോലെ സംശയമുള്ളവരോടല്ല ചോദിക്കേണ്ടത്. സംശയങ്ങൾ തീർക്കാൻ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ യുക്തി. മനസ്സിലായോ? അപ്പോൾ താന്ത്രികന്മാരാഭരണം, താന്ത്രികന്മാർ താന്ത്രികന്മാർ ആ ഭരണം, അംഗം, വാഹനം, ആയുധം സർവ്വവ്യാപീല്യമ്മട്ടാണ് അണിവ കൽപ്പിപ്പതാം ക്രമം. നിരാകാരരൂപനായ അങ്ങയ്ക്ക് അംഗം, വാഹനം, ആയുധം സർവവ്യാപിയിൽ എങ്ങനെയാണ് നിരൂപിക്കുക? നിരാകാരനാണ്, സർവവ്യാപിയാണ്. അതാണ് സംശയം. അറിവാൻ ആഗ്രഹിക്കുന്നേൻ അരുളിയിടണം ഒന്ന് ഇതും. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ ലോകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് അറിയാം, അങ്ങ് പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ്. അറിയുവാൻ ആഗ്രഹിക്കുന്നേൻ അരുളിയിടണം ഒന്നിതും എളുപ്പ വഴിയാം പോലും ഇത് ഉള്ളം തെളിയിക്കുവാൻ. ഉള്ളിലുള്ള സംശയങ്ങളെ നിരാകരിക്കാനും എളുപ്പമായിട്ടുള്ള മാർഗത്തെ അനുസന്ധാനം ചെയ്യാനാണ് ഈ സംശയ നിവാരണം എന്ന് പറഞ്ഞു. ശൗനകാദികൾ തൻ ചോദ്യം കേട്ടുടൻ ഭക്തിപൂർവകം. ശൗനകാദികൾ ഭക്തി പുരസ്സരം സൂതനോട് ചോദിക്കുകയാണ്. ശൗനകാദികൾ തൻ ചോദ്യം കേട്ടുടൻ ഭക്തിപൂർവകം ഗുരുഭൂതരെ വന്നിച്ചു സൂതൻ ഇങ്ങനെ ചൊല്ലിനാൻ. അവിടെ സൂതൻ എന്തിനാണ് എല്ലാ സമയത്തും ഗുരുഭൂതന്മാരേനെ മാനിക്കണത്? ഗുരുകടാക്ഷം പരിപൂർണമാവണമെങ്കിൽ അവരെ സ്മരിക്കണം. അവർ പിതൃലോകത്തോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ ഇരുന്നു കൊണ്ട് നീ ഇപ്പം എന്നെയൊക്കെ മറന്നുല്ലേ, എന്നാൽ നീ ഇങ്ങനെ പ്രഭാഷണം ചെയ്യാൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു നമ്മുടെ കാര്യം. അപ്പോൾ എപ്പോഴും ഗുരുസ്മരണ നിലനിർത്തണം. അതുകൊണ്ടാണ് ശൗനകാദികൾ തൻ ചോദ്യം കേട്ടുടൻ ഭക്തിപൂർവകം ഗുരുഭൂതരെ വന്നിച്ച് സൂതൻ ഇങ്ങനെ ചൊല്ലിനാൻ. ഭൂതേന്ദ്രിയങ്ങളും മായാദിയും അർണതാം വിരാൾ പുമാൻ. ഈ ഭഗവാൻ ആരാ? എങ്ങനെയാ? ഭൂതേന്ദ്രിയങ്ങളും മായാദിയും അർണതാം വിരാൾ പുമാൻ. ചൈതന്യയുക്തൻ അവനിൽ കാൺകയാം മൂന്ന് ലോകവും. അപ്പോൾ ഈ പരമാത്മ ചൈതന്യമാണ് ഈ മൂന്ന് ലോകവും സംരക്ഷിക്കുന്നത്. ഏതാ ഈ മൂന്ന് ലോകം? 3 അവസ്ഥകൾ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിൽ 3 അവസ്ഥകളും തരണം ചെയ്താലും പിന്നെയും നമ്മൾക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് എങ്ങനെയാണ്? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കടന്നുറങ്ങി ഉറക്കത്തിലെല്ലാം മറന്നു വിചാരിച്ചാൽ അപ്പോൾ ഇത് ഓർമ്മ തരുന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും ഉറങ്ങണില്ല. ഭഗവാൻ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വീണു എന്നർത്ഥം. ഭഗവാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന് നാശവുമില്ല, ബ്രഹ്മം ജനിക്കണമില്ല, മരിക്കണമില്ല. എവർ ഷൈനിങ് ആണ് ബ്രഹ്മം. അപ്പോൾ പറയണു
ചൈതന്യയുക്തൻ അവനിൽ കാൺകയാം മൂന്ന് ലോകവും ഭൂമിയാണ് വിരാൽപാദം. ഇനി വർണ്ണിക്കാണ്, ഭൂമിയാണ് വിരാൽപാദം. ഈ വിരാട് സ്വരൂപൻ്റെ പാദം ഭൂമിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ യുദ്ധം ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജാതി മത ഒന്നും വരാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കണം. അപ്പോൾ ഭൂമിയാണ് വിരാൽപാദം സ്വർലോകം ശിരസ്സുമാം. ശിരസ് ആണ് എന്താണ് പറയുക, സ്വർഗലോകം. ആകാശം നാഭിയാം. ആകാശമാണ് വിരാൽപുമാൻ്റെ നാഭി. ആകാശനാഭിയാം സൂര്യൻ കൺകളാം ദിക്കുകാതുകൾ. ആകാശം നാഭിയാം, അവിടെ കോമ, സൂര്യൻ കൺകളാം, സൂര്യനാണ് കണ്ണ്. എന്നിട്ടോ ദിക്കുകൾ കാതുകൾ, തൃക്കൈകൾ ഇന്ദ്രാദികളാം. കൈകളൊക്കെ ഇന്ദ്രനാണ്. മനസ്സാം ചന്ദ്രമണ്ഡലം ദത്തഭക്തി നിലാവാണ്. അതാണ്, ചിരിച്ചാൽ പൂത്തിരി കത്തിച്ച പോലെ തോന്നും. അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ബാധക. ഇനി പല്ലൊക്കെ കൊഴിഞ്ഞു പോയി, പല്ലില്ല, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രഭയുണ്ട് മുഖത്ത്. അതെന്തിൻ്റെ? മനസ്സിൻ്റെ നിർമ്മലാവസ്ഥയാണ്. മനസ്സിനൊരു നിർമ്മലാവസ്ഥയുണ്ട്. ഇപ്പോൾ ചില കല്യാണത്തിന് നമ്മൾ ഫോട്ടോ നോക്കുമ്പോൾ കുട്ടി കാണാൻ നല്ല ആരോഗ്യവതിയാണ്, ബ്യൂട്ടി എന്നൊക്കെ പറയും. പക്ഷെ മുഖത്ത് ഒരു കാന്തി ഉണ്ടാവില്ല. അതിന് കാരണം എന്താ? ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് കല്യാണത്തിനോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ചെയ്ത പാപം. ഇത്രേ എനിക്ക് പറയുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, തൃക്കൈകൾ ഇന്ദ്രാദികളാം മനസ്സാം ചന്ദ്രമണ്ഡലം ദഗ്ധം പങ്ക്തി നിലാവാണ്. ലജ്ജാലോപങ്ങൾ ചുണ്ടുകൾ. ലജ്ജ, മേൽചുണ്ട് ലജ്ജയാണ്. അപ്പോൾ തല താഴ്ത്തും ആൾക്കാർ. ലജ്ജ. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിതാം നമസ്തസ്സേ 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 നമോ നമ. പിന്നെ കീഴ്ചുണ്ട് കടിക്കരുത് എന്ന് പറയും. അത് ലോഭം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ കടിക്കാൻ പാടില്ല. അതിപ്പോൾ ഈ കടിക്കാൻ പാടില്ല എന്ന് ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ എഴുതിയത് ചിലവർ മനസ്സിലാക്കിയിട്ടാവാം അവരെ കൊണ്ട് മേൽചുണ്ടും കീഴ്ചുണ്ട് ഇങ്ങനെ ആക്കും. എന്തിന്? ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യും കുരുത്തക്കേടുകൾ. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ കൂടെ അല്ല പോണത് എന്നർത്ഥം. അങ്ങനെ പറയും. അപ്പോൾ വൃക്ഷങ്ങളാണ് രോമങ്ങൾ വാർക്കൂന്തൽ മുകിൽ മാലകൾ. വൃക്ഷങ്ങളാണ് രോമങ്ങൾ. അതാണ് കാടില്ലാണ്ട് മഴ വരില്ല എന്ന് പറയും. പിന്നെയോ കാർമേഘങ്ങളാണ് ഭഗവാന്റെ തലമുടി. വൃക്ഷങ്ങളാണ് രോമങ്ങൾ വാർക്കൂന്തൽ മുകിൽ മാലകൾ. പുരികം ധർമ്മരാജാവാം. ഭഗവാന്റെ പുരികം ഒന്ന് ചുളിഞ്ഞാൽ അധർമ്മിഷ്ഠന്മാരെ കൊല്ലുന്ന അർത്ഥം. അപ്പോൾ പുരികം പൊതുവെ എന്താണ്? ധർമ്മമാണ്. അപ്പോൾ പുരികം ധർമ്മരാജാവാം. കുളിർ പുഞ്ചിരി വിഭ്രമം. കുളിർ പുഞ്ചിരി വിഭ്രമം മായ. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ഒരാൾ ഭഗവാൻ എന്നെ നോക്കി പുഞ്ചിരിക്കണേ എന്ന് പറയില്ല. കാരണം എന്താ? പുഞ്ചിരിച്ചാൽ മായ. ശരിയോ തെറ്റോ എന്താണെന്ന് അറിയില്ല. അപ്പം ഭാഗവതം പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും, പഠിച്ചിട്ടില്ലെങ്കിലോ കാര്യങ്ങൾ മനസ്സിലാവില്ല. ഈ വണ്ണം ലോകമൊട്ടാകെ വിരാൽ പുരുഷരൂപമായി സാമാന്യ വ്യക്തിയെ പോലെ തന്നെ വിശ്വേകനാഥനെ. ഇത്ര വലിയ ആളായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഭഗവാന്റെ പെരുമാറ്റം. ഉപാസിപ്പവനുൾ പൂവുമൊട്ടുടൻ തന്നെ വിരിഞ്ഞിടും. ഭഗവാൻ ഗ്യാരണ്ടി പറയാം. ഉപാസിപ്പവൻ ഉൾപ്പൂവുമൊട്ടുടൻ വിരിഞ്ഞിടും. എന്നെ ഉപാസിക്കണം എന്നും ആര് മനസ്സിൽ വിചാരിക്കുന്നുവോ അവൻ്റെ മനസ്സ് ഞാൻ ശുദ്ധാക്കി കൊടുക്കും. അവന് എന്നെ മനസ്സിലാവും. ഇതിനേക്കാൾ വലിയ പ്രമാണം എന്താ വേണ്ടത്? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള പരമസത്യം അറിയാത്തവരാണ് ഇരുട്ടിൽ തപ്പണത് എന്ന് പറഞ്ഞാൽ കാറ് വെച്ച് എത്രയോ ദൂരെ പോയിട്ട് തൊഴുത്തിട്ട് വരും. അപ്പോൾ ഉപാസിപ്പവനുൾ പൂമുട്ടുടൻ തന്നെ വിരിഞ്ഞിടും കൗസ്തുഭം ജീവചൈതന്യം ശ്രീവത്സാഖ്യം അതിൻ പ്രഭ.
അപ്പം കസ്തുഭം ഭഗവാന്റെ മാറത്തുള്ള മറുകാണ് കസ്തുഭം. കസ്തുഭം ജീവചൈതന്യം ശ്രീവത്സാഖ്യം അതിൻ പ്രഭാ മാർത്തട്ടിലടിവൂ നാഥൻ മഹാകാരുണ്യവാരിധി. മാർത്തട്ടിൽ അണിവൂ നാഥൻ മഹാകാരുണ്യവാരിധി വിലസീടും വിഷ്ണുമായ വിചിത്രവനമാലയാം. ഈ ഭഗവാന്റെ വനമാലയാണ് എന്ത്? മായ. അപ്പോൾ ചിലവർ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആ വനമാല എനിക്ക് തിരുമേനി തരാം. അയാൾക്കെന്താ? നമ്മൾ കൊടുക്കണത് ആരേനെ വാങ്ങണത്? മായയേ. അപ്പം എന്താ അത് പ്രസാദമല്ല എന്നാണ് പറഞ്ഞതേ. പ്രസാദം പൂജാരി ഭഗവാന്റെ തൃപ്പാദങ്ങളിലിട്ട പൂക്കളാണ് പ്രസാദം. വനമാല ചോദിച്ച് വാങ്ങരുത്. അപ്പോൾ അതെ, വിലസീടും വിഷ്ണുമായ വിചിത്രവനമാലയാം പീതാംബരം വേദമയം. മഞ്ഞപ്പട്ടുട ഉട്ട ആട പീതാംബരം വേദമയം പ്രണവം ബ്രഹ്മസൂത്രമാം. ഓം നമ ഓം നമ ഓം നമ. പ്രണവമന്ത്രം. പ്രണവം ബ്രഹ്മസൂത്രമാം സാഖ്യവും യോഗവും രണ്ടും മിന്നും മകരകുണ്ഡലം. ഭഗവാന്റെ രണ്ട് കാതുകളിൽ തൂങ്ങി നിൽക്കുന്ന മകരകുണ്ഡലങ്ങൾ സാഖ്യവും യോഗവും രണ്ടും. സാഖ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയാനുള്ള തത്വശാസ്ത്രങ്ങൾ. യോഗം എന്ന് പറഞ്ഞാൽ ഭക്തനും ഭഗവാനും ഭക്തിയും കൂടി ഒന്നാവുന്ന അവസ്ഥയാണ് യോഗം. കലരുക എന്ന അർത്ഥം വരിക. കലരുക, ഒന്നായി കലരുക. അപ്പം മിന്നും മകരകുണ്ഡലം സർവലോകോത്തരം ബ്രഹ്മപദം പൊന്നിൻ കിരീടമാം. അപ്പം സർവലോകത്തിനും ലോകോത്തരമായിട്ടുള്ള ബ്രഹ്മപദം ആണ് കിരീടം. അനന്തനാം പള്ളിമെത്ത മൂലപ്രകൃതി തന്നെയാം. മൂലപ്രകൃതി മെത്ത. അപ്പം അങ്ങനെ വികക വീക്ഷണം ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് കുളിർമുണ്ടാവുക. ധർമ്മജ്ഞാനാദി സൗരഭ്യം. ധർമ്മവും ജ്ഞാനവും സൗരഭ്യം വീശം സത്വം സരോരുഹം. സത്വം സരോരുഹം. താമരയാണ് എന്താ? ധർമ്മജ്ഞാനാദി സൗരഭ്യം വീശം സത്വം സരോരുഹം. ഇവിടെ എഴുതിയിരിക്കാം താമരാന്ന്. പ്രാണതത്വം ഗത. പ്രാണതത്വം ഗത. ദേഹാദിബല സംയുതം മനോദേഹാദിബല സംയുതം. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബലത്തെയാണ് ഗത കാണിക്കുന്നത്. വെള്ളത്തിൻ തത്വമാം ശംഖം. വെള്ളത്തിൻ്റെ തത്വമാണ് ശംഖ്. വെള്ളത്തിൻ തത്വമാം ശംഖം തേജസ്സിൻ്റേതു ചക്രവും. പിന്നെ എന്താണ് പറയുക? സുദർശനയന്ത്രം തേജസ്സിൻ്റെ. തമസ്തത്വം പരിചയാം. കയ്യിൽ 8 കൈകളുള്ളപ്പോൾ ഒന്നിലെ പരിചയം ഒന്നിലെ വാളുണ്ടാവും. അപ്പോൾ ആ പരിചയം എന്താ? തമസ്തത്വം പരിചയാം ഗൽഗം ആകാശതത്വവും. വാള് ആകാശതത്വം. ആവനാഴികളാം കർമ്മം. ശ്രദ്ധിക്കണം. ആവനാഴികളാം കർമ്മം ശാംഗം കാലാഖ്യതത്വമാം. കാലം ആണ് പിന്നെ വില്ലൻ. ശാംഗം കാലാഖ്യതത്വമാം ക്രിയാശക്തിയെഴും ചിത്തം രഥം ഇന്ദ്രിയം അമ്പുകൾ. ക്രിയാശക്തിയെഴും ചിത്തം രഥം. അവിടെ കോമ വേണം. ഇന്ദ്രിയം അമ്പുകൾ. കാരണം ഇന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അത് അമ്പുകൾ. നാഥന്നെഴും അഭിവ്യക്തി തന്നെ ശബ്ദാതിരൂപവും. നാഥന്നെഴും അഭിവ്യക്തി തന്നെ. ഭഗവാനെ പറ്റിയുള്ള നാമങ്ങൾ തന്നെ ശബ്ദാതിരൂപവും. ലോകാനുഗ്രഹമൂലങ്ങൾ വരദാഭയമുദ്രകൾ. വരദാഭയമുദ്രകൾ ഭഗവാൻ കൈകൊണ്ട് കാണിക്കുന്ന ഓരോ മുദ്രകളൊക്കെ ലോകാനുഗ്രഹമൂലങ്ങൾ. വേദപൂജാസ്ഥലം സൂര്യബിംബം മായോർത്തുകൊള്ളണം. ദേവപൂജാസ്ഥലം സൂര്യബിംബം മായോർത്തുകൊള്ളണം. അതാണ് സഹസ്രകോടി സമപ്രഭ. സഹസ്രകോടി പിന്നെ സൂര്യൻ്റെ പ്രഭകൾ
ദേവപൂജാസ്ഥലം സൂര്യബിംബമായോർത്തുകൊള്ളണം ഉപാസകന്റെ സംസ്കാരം ദിവ്യമന്ത്രോപദേശമാം. ഓരോരുത്തരുടെയും സംസ്കാരത്തിന് വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും ഭഗവത് കഥകൾ, ഭഗവാന്റെ തത്വങ്ങൾ മനസ്സിലാക്കുന്നതിൽ വേരിയേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഗുണഗണങ്ങളെ അവരവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര സപ്താഹം കേട്ടു, ഇത്ര സപ്താഹത്തിന് വായിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവത് തത്വം നമ്മൾ എത്ര എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലവർ ചോദിക്കും, ഈ പറയുന്ന ആളെന്താ ചെയ്തിരുന്നത്? ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് വരിക ചെയ്യുന്നത്. കാരണം ഞാൻ ചീപ്പായിട്ട് ഭാഗവതത്തിനെ കാണുന്നില്ല, വളരെ ഗ്രാൻഡായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ വിറ്റ് തിന്നുന്നില്ല. മാത്രമല്ല ഈ മീഡിയയിൽ കൂടെ അത് ഞാൻ എനിക്കുള്ള അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. സദാസേവ്യ സദാസേവ്യ. അതിലെനിക്ക് സംതൃപ്തിയുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടേന്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉപാസകന്റെ സംസ്കാരം ദിവ്യമന്ത്രോപദേശമാം. ഭഗവത് ഭജനം പാപം പോക്കും ആർക്കും അസംശയം. ഭഗവത് ഭജനം ഇല്ലാത്തതുണ്ടാവാനല്ല, ചെയ്ത് വെച്ച കർമ്മങ്ങളിലെ പാപങ്ങളെ നിർമാർജനം ചെയ്യാനുള്ള കഴിവ് എന്തുണ്ട്? ഭഗവത് ഭജനത്തിനുണ്ട്. തൃക്കൈയിലെന്തും കമലം സർവസൗഭാഗ്യസൂചകം. കയ്യിലുള്ള താമര എന്താണ്? തൃക്കൈയിലെന്തും കമലം സർവസൗഭാഗ്യസൂചകം. ധർമ്മവും കീർത്തിയും തൻ്റെ കുളിർവഞ്ചാമരങ്ങളാം. ഭഗവാന് വീശിക്കൊടുക്കുന്ന വെഞ്ചാമരങ്ങൾ ധർമ്മവും കീർത്തിയും. ഒന്ന് ധർമ്മം, അപ്പം രണ്ടെണ്ണമുണ്ട്. ഒന്ന് കീർത്തി. തൻ കൊളിർവെഞ്ചാമരങ്ങളാം. വൈകുണ്ഠലോകം വെൺകൊറ്റക്കുടയാണ് അകുതോഭയം. വെൺകൊറ്റക്കുട, വെള്ള നിറത്തിലുള്ള ഭഗവാന്റെ കുടയാണ് എന്ത്? വൈകുണ്ഠം. അത് മനസ്സിലിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഭയങ്ങൾ ഓടി ഒളിക്കുന്ന പറഞ്ഞത്. ഋഗ്വാദിവേദം നാഥൻ്റെ ദിവ്യ ഗരുഡവാഹനം. ഋഗ്വാദിവേദം, അതെ, എക്സെട്ര. സാമവേദമാണ് ശബ്ദം വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഋഗ്വാദിവേദം നാഥൻ്റെ ദിവ്യ ഗരുഡവാഹനം. ഭഗവാന്റെ നശിക്കാത്ത ശക്തിയാം ലക്ഷ്മി ദേവിയാൾ. അപ്പോൾ ശക്തി വേണമെന്നല്ലാണ്ട് സമ്പത്ത് വേണമെന്ന് പറയരുത്. സമ്പത്ത് വേണമെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ ഇഷ്ടമില്ല. അപ്പോൾ ഭഗവാന്റെ നശിക്കാത്ത ശക്തിയാം ലക്ഷ്മി ദേവിയാൾ. വിശ്വക്സേനൻ തന്ത്രശാസ്ത്ര പ്രസിദ്ധൻ പാർഷദാധിപൻ. വിശ്വക്സേനൻ ഭഗവാന്റെ കിങ്കരന. വിശ്വക്സേനൻ തന്ത്രശാസ്ത്ര പ്രസിദ്ധൻ പാർഷദാധിപൻ. നന്ദാദ്യരാം ദ്വാരപാലന്മാരെട്ടു പേർ അണിമാദികൾ. അപ്പോൾ ഭഗവാന് ആരാ? പിന്നെ അപ്പോൾ നന്ദാധ്യരാം ദ്വാരപാലന്മാർ, കാവൽക്കാരൻ. അണിമാദികൾ ഭഗവാൻ തന്നെയാം പ്രത്യുപ്നാദിയാം മൂർത്തിയാർന്നവൻ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് കാമദേവൻ. അതിന് തെറ്റൊന്നുമില്ല, അത് മായാണേ. അതാണ് പിന്നെ പരമശിവൻ നശിപ്പിച്ചത് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉള്ള മായേനെ അതിന് കടക്കാൻ സൈഡ് ട്രാക്ക് ചെയ്യാൻ സാധിക്കണില്ല. കാരണം എന്താ? നമ്മൾക്ക് ആഗ്രഹാഭിലാഷങ്ങളാണ് ജാസ്തി. അതിൽ വൈരാഗ്യം വന്നവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ വിശ്വക്സേനൻ തന്ത്രശാസ്ത്ര പ്രസിദ്ധൻ പാർഷദാധിപൻ. നന്ദാദ്യരാം ദ്വാരപാലന്മാരെട്ടു പേരണിമാദികൾ. ഭഗവാൻ തന്നെയാം പ്രത്യുപ്നാദിയാം മൂർത്തിയാർന്നവൻ. അങ്കോപാങ്കായുധാദ്യങ്ങൾ പൂണ്ട് വിശ്വാദിരൂപനായി. വിശ്വമായിട്ട് പരിണമിച്ചത് അങ്കോപാങ്കായുധാദ്യങ്ങൾ പൂണ്ട് വിശ്വാദിരൂപനായി. ജാഗ്രതാദി സമാധ്യന്താവസ്ഥയാൽ മൂടി നിൽപ്പവൻ. ജാഗ്രതാദി സമാധ്യ അന്താവസ്ഥയാൽ മൂടി നിൽപ്പവൻ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിവയാൽ ഈ വിധം സർവശാസ്ത്രങ്ങൾക്ക് ആശ്രയം ഭഗവാൻ പ്രഭു. ഇത് വായിച്ചിട്ടുള്ളവൻ ഭാഗവതം അടച്ചു വയ്ക്കില്ല. ഭാഗവതം അടച്ചു വെച്ചാൽ അർത്ഥം എന്തായി? ഇയാൾക്കെന്തോ പുഷ്പുണ്ടെന്ന് അർത്ഥം. മനസ്സിലായിട്ടല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വൈരാജാതി പല രൂപങ്ങളിലുടനീളവും വർണ്ണിക്കപ്പെട്ടതും ഇതേ പരമാത്മാവ് തന്നെയാം.
ഈ വിധം സർവശാസ്ത്രങ്ങൾക്കാശ്രയം ഭഗവാൻ പ്രഭു വൈരാജാതി പലേ രൂപങ്ങളിൽ ഇങ്ങുടൻ നീളവും വർണ്ണിക്കപ്പെട്ടതും ഇതേ പരമാത്മാവു തന്നെയാം സ്വയം പ്രകാശം പരിപൂർണവും വേദാന്തവേദ്യവും. ഭഗവാൻ ആരാണ്? സ്വയം പ്രകാശം. നമ്മുടെ ഉള്ളിലുള്ള ശക്തി കൊണ്ടാണ് നമ്മൾ കാണണത്, കേൾക്കുന്നത്, രസാനുഭൂതി അനുഭവിക്കുന്നതൊക്കെ. അപ്പോൾ സ്വയം പ്രകാശ പൂർണ്ണവും വേദാന്തവേദ്യവും എന്നാൽ അനേക ബ്രഹ്മാണ്ടങ്ങൾക്കുതാൻ നാഥനെങ്കിലും ഭക്തിയുള്ളവർ തന്മുമ്പിൽ വിളയാടുകയാം പ്രഭു. ഭക്തിയുള്ളവരുടെ മുമ്പിൽ ഓടിവാ കണ്ണ, അല്ലേ, നൃത്തമാടൂ കണ്ണ എന്ന് പറയും. അപ്പം ഭഗവാൻ നൃത്തമാടും. അതാരെ? ഭക്തിയുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ 365 ദിവസത്തിൽ 7 ദിവസം മാത്രം ഭക്തി പ്രകടിപ്പിച്ചാൽ നൃത്തമാടൂ പറഞ്ഞാൽ കോളാമ്പിയിലുള്ള ശബ്ദം കേൾക്കാതല്ലാണ്ട് ഊണെപ്പോഴാവും എന്നാവും ധാരണ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഭക്തിയുള്ളവൻ തൻ മുമ്പിൽ വിളയാടുകയാം പ്രഭു സ്വയം പ്രകാശം സമ്പൂർണം സച്ചിദാനന്ദം. ഈ വിധം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വയം പ്രകാശം സമ്പൂർണം സച്ചിദാനന്ദം ഈ വിധം ഉപാസകന്മാർക്ക് ആത്മാനുഭൂതി നൽകും ദയാനിധി. ഈ ആത്മാനുഭൂതി തരുന്നതാരാ? ഭഗവാനാണ് നേരിട്ടിട്ട്. ഉപാസകന്മാർക്ക് ആത്മാനുഭൂതി നൽകും ദയാനിധി. അഭിന്നനെങ്കിലും മായാശക്തിയാൽ ഉലകൊക്കെയും അഭിന്നൻ, ഭിന്നമില്ലാത്തവനാണെങ്കിലും മായാശക്തിയാൽ ഉലകൊക്കെയും സൃഷ്ടിച്ചും കാത്തഴിച്ചും കൊണ്ട് അവിടുന്ന് ഉല്ലസിക്കയാം. ഭഗവാൻ ലീലയാ വിനോദമാടുന്നു. എങ്ങനെ? ഭഗവാൻ തന്നെ രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കണോ, ഭഗവാൻ സാത്വികം കൊണ്ട് പരിപാലിക്കണോ, ഭഗവാൻ തമോ ഗുണം കൊണ്ട് ലയിപ്പിക്കണം. അപ്പോൾ സൃഷ്ടിച്ചു കാത്തഴിച്ചും കൊണ്ട് അവിടുന്ന് ഉല്ലസിക്കയാം. ശ്രവണം കീർത്തനം മുമ്പാവയവെ കൊണ്ടു ജഗത്തിനെ ശ്രവിക്കുക, മനനം ചെയ്യുക. ശ്രവണം കീർത്തനം മുമ്പായവ കൊണ്ട് ജഗത്തിനെ സമുദ്ധരിപ്പാൻ അത്യന്താത്ഭുത ലീലകൾ ചെയ്യുകയാം. ഭഗവാന്റെ ലീലയാണ് ലോകത്തിലുള്ള ആൾക്കാരെ മേപ്പെട്ട് കയറ്റാതുള്ളത്. ഏതാ മേപ്പെട്ട് കയറ്റുക? ഉയരത്തിലേക്ക്. ഉയരൂ അല്ലേ? ഉയരൂ. ആര്? നമ്മൾ. സമുദ്ധരിപ്പാൻ അത്യാത്ഭുത ലീലകൾ ചെയ്യുകയാം. ഭഗവത് പാദമാം ഭൂമി അതിലുള്ളവരെ വരും തൃപ്പാദാശ്രിതരാം നമ്മൾ അന്യോനം വന്ദനീയരാം. ഇത് നമ്മൾ മറന്നു. ഇതിനർത്ഥം മനസ്സിലാക്കിയില്ലേ? തൃപ്പാദാശ്രിതരാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പുരുഷ സ്ത്രീ എല്ലാവരും തൃപ്പാദദാസരാം, തൃപ്പാദം ആശ്രയരാം, നമ്മൾ അന്യോന്യം വന്ദനീയരാം. അപ്പോൾ ഈ അന്യോന്യം വന്ദനീയർ എന്നുള്ളത് കൺവിൻസ് ആയിട്ടുള്ളവർക്കേ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. തുടരുത്, ആചാര്യനെ തുടരുത്, ഹോതാവിനെ തുടരുത്. ഇവിടെ പറയണു എല്ലാവരും വന്ദനീയനാണ്. ചില ആചാര്യന്മാർ അങ്ങോട്ട് തൊഴുത് അങ്ങോട്ട് തൊഴില്ല. കാരണം എന്താ? അപക്വബന്ധികളാണ്, പക്വത ഇല്ലാത്തവരാണ്. പക്വതയുള്ളവർ ചെയ്യില്ല അങ്ങനെ. അതാണ് പറഞ്ഞത്. അപ്പോൾ തൃപ്പാദാശ്രിതരാം നമ്മൾ അന്യോനം വന്ദനീയരാം, നാഥൻ്റെ മാറിൽ മിന്നീടും കസ്തുഭത്തിൻ വിഭൂതികൾ. കസ്തുഭത്തിൻ്റെ വിഭൂതികൾ എന്താണ് എന്നുള്ളത് അറിയില്ല. ജീവന്മാരൊക്കെയും വന്ധ്യർ നിന്ദിക്കരുതാരാളെയും. അതാണ് ജീവന്മാരൊക്കെ വന്ദിക്കപ്പെടേണ്ടവരാണ് പരസ്പരം. അതുകൊണ്ടാണ് നിന്ദിക്കരുതൊരാളെയും. നിന്ദിക്കാൻ പാടില്ല, പക്ഷെ വൃത്തികേടാണെങ്കിൽ മാറി നടക്കാം, അതിനുള്ള അവകാശം തന്നിട്ടുണ്ട്. അപ്പോൾ നിന്ദിക്കരുതൊരാളെയും ഇത്തരം പുണ്യമാം ഭാവം വളർത്താൻ വിശ്വഭാവനൻ. ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഭാഗവതത്തിൽ കൂടെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അപക്വമതികളായ നമ്മൾക്ക് പരിഭാഗമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാണ്ട് പോകുന്നു എന്നർത്ഥം. അപ്പോൾ ഇത്തരം പുണ്യമാം ഭാവം വളർത്താൻ വിശ്വഭാവനൻ പാൽ വെണ്ണ കവരും ചെന്നു പർവ്വതം പൊക്കി നിന്നിടും. അപ്പോൾ
ഈ പുണ്യഭാവം വളർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പാല് വെണ്ണയൊക്കെ കട്ട് തിന്നു. ഗോപസ്ത്രീകൾ യശോദമ്മോട് പറയും, എൻ്റെ മകൻ ഉപദ്രവകാരിയാണ്, പക്ഷെ അവനെ തല്ലരുത് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവനെന്നാണ് പറയാം. അതാണ്. അപ്പോൾ പാൽ വെണ്ണ കവരും ചെന്ന് പർവ്വതം പൊക്കി നിന്നിടും, കണ്ണല്ല കാതും കരളും കുളിർപ്പിച്ചിടും ഈ വിധം. പർവ്വതം പൊക്കിയ കണ്ണിന് സായുജ്യായി, ചെവിക്ക് ഓടക്കുഴൽനാഥവും. ആ ഓടക്കുഴൽനാഥത്തിൻ്റെ മഹത്വം എന്താ? ഹ്രീം എന്ന കാമരാജമന്ത്ര. കാമനകളില്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവുള്ളൂ എന്നാണ്. ഇത് അണ്ടർലൈൻ ചെയ്യണം ഞാൻ പറഞ്ഞത്. കാമനകൾ ഇല്ലാത്തവർക്കാണ് സ്വതസിദ്ധമായ ഭക്തി ഉണ്ടാവുള്ളൂ. അതാണ് ഭഗവാൻ ആവശ്യം, സ്വതസിദ്ധം. അപ്പോൾ കണ്ണല്ല കാതും കരളും കുളിർപ്പിച്ചിടും ഏവിധം അത്യന്തരമ്യമാം ദിവ്യലീലയാൽ, അത്യന്തരമ്യമാം ദിവ്യലീലയാൽ ത്രിജഗത്തിനെ, 3 ജഗത്തിനെയും അനുഗ്രഹിക്കുവാൻ മാത്രം വിളയാടുകയാം പ്രഭു. ഇനി വരുന്ന ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. എന്താണ് എൻ്റെ പ്രാധാന്യം നോക്കാം. കൃഷ്ണ കേശവ ഗോവിന്ദ, നാമാവില്ല. കൃഷ്ണ കേശവ ഗോവിന്ദ വാസുദേവ ജനാർദ്ദന മുകുന്ദ മുരളീ ലോല നാരായണ നമസ്തുതേ. 1000 പ്രാവശ്യം പാടി നോക്കൂ, എണ്ണണം. പിന്നെ നിങ്ങൾക്ക് വൈരാഗ്യം വന്നില്ലെങ്കിൽ കൈ കിട്ടിയതുകൊണ്ട് എന്നെ അടിച്ചോളൂ. 1000 പ്രാവശ്യം കൃഷ്ണ കേശവ ഗോവിന്ദ വാസുദേവ ജനാർദ്ദന മുകുന്ദ മുരളീ ലോല നാരായണ നമസ്തുതേ. കാൽത്തുണർന്നെഴുന്നേറ്റ് വിരാൽ പുരുഷവർണ്ണനം. കാലത്ത് എണീറ്റ് ഇരുന്ന് ഈ വിരാൽ പുമാൻ്റെ ദിവ്യ ശരീരഭാഗങ്ങളെ പാദാദികേശം കേശാദിപാദം ആര് സ്മരിക്കണു അവർ രക്ഷപ്പെടുന്ന പറഞ്ഞത്. പാപം ചെയ്യാൻ സാധിക്കില്ല അവർക്ക്. അപ്പോൾ കാലത്തുണർന്നെഴുന്നേറ്റ് വിരാൽ പുരുഷവർണ്ണനം ഭക്തിപൂർവം പ്രകീർത്തിക്കിൽ അവൻ ബ്രഹ്മജ്ഞാനായി വരും. അതാണ്. സൂര്യനും ഉള്ളിൽ ആത്മാവാം ഭഗവാൻ കാലരൂപനായി. അതാണ് സൂര്യനാരായണൻ, സൂര്യനിലുള്ള നാരായണൻ എന്നർത്ഥം. സൂര്യനും ഉള്ളിൽ ആത്മാവാൻ ഭഗവാൻ കാലരൂപനായി ഓരോ മാസത്തിൽ വർത്തിക്കും ക്രമവും ശൗനകാദികൾ. ഇതാണ് പ്യുവർ സയൻസ്, സോഷ്യൽ സ്റ്റഡി ഒക്കെ ശാസ്ത്രമാണ്, ശാസ്ത്രം. സൂര്യനും ഉള്ളിൽ ആത്മാവാം ഭഗവാൻ കാലരൂപനായി ഓരോ മാസത്തിൽ വർത്തിക്കും ക്രമവും ശൗനകാദികൾ അറിവാനാഗ്രഹം പൂണ്ട് അറിഞ്ഞു വിമലാശയൻ. വിമലാശയൻ മാലിന്യങ്ങളില്ലാത്ത മനസ്സോടുകൂടിയവൻ. മധുരം വിസ്തരിച്ചോതി മഹാഭാഗവതോത്തമൻ. മധുരം പൂർവം വിസ്തരിച്ചു പറഞ്ഞു മഹാഭാഗവതോത്തമൻ. ഇനി അതിൽ 39ാമത്തെ ശ്ലോകമാണ് അവസാനം, അത് പറഞ്ഞിട്ട് നിർത്താം. അജിതനുടെ, അജിതൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കാത്തവൻ എന്നർത്ഥം. അജിതനുടെ മഹത്താം സത്യധർമാതിലീലാ പരിചരിതം ഇതുവരേക്കും തൊട്ടുതൊട്ടൊന്നുകൂടി സ്മരണയിലണയിപ്പാൻ വേണ്ടി സൂതൻ അമ്പാർന്നരുളി മധുരം ഈ മട്ടത്രയും ഭക്തിപൂർവം. ശൗനകാദികളുടെ മനസ്സിനെ കുളിർപ്പിക്കാൻ വേണ്ടി സൂതൻ ഇത്രയും ഭാഗങ്ങൾ വളരെ മധുരസ്മരണയോടുകൂടി പറഞ്ഞു. ആ ശ്ലോകം ഒന്നുകൂടി പറയാം. അജിതനുടെ മഹത്താം സത്യധർമാതിലീലാചരിതം ഇതുവരേക്കും തൊട്ടുതൊട്ടൊന്നുകൂടി സ്മരണയിലണീപ്പാൻ വേണ്ടി സൂതൻ അമ്പാർന്നരുളി മധുരമീ മട്ടത്രയും ഭക്തിപൂർവം. അതാണ് ഇനി അടുത്ത സർഗം, 90ാം സർഗം, ഭാഗവത സംക്ഷേപം. എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്, ഇപ്പം നമ്മൾ എവിടെ എത്തി, അതിനെ സംക്ഷേപിച്ച് പറയാണ്. ഇപ്പം നമ്മൾ 1176 പേജിലാണ്. 1182 പേജിൽ ഒരു 6 പേജോടുകൂടി ഈ മഹാഗ്രന്ഥം കഴിയാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് അല്ലേ. ശ്രദ്ധിക്കാം. ഓരോരുത്തരുടെക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ വേണ്ട പോലെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം.
പിന്നെ ഓരോ സമയത്തും പ്രാർത്ഥിക്കുമ്പോൾ ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ, ലോകരുടെ ക്ഷേമമാണ് നമ്മുടെ ക്ഷേമം എന്ന് മനസ്സിലാക്കിയാൽ മതി. നമസ്കാരം, നാളെ കാണാം.